ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു. പരിശുദ്ധ സത്യേക ദൈവത്തിന് സ്തുതി. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം. എന്താണ് പരിച്ഛേദന? എന്തുകൊണ്ടാണ് 8 ദിവസം? ഒരു പുരുഷൻ്റെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് മാറ്റുന്ന അനുഷ്ഠാന കർമ്മമാണ് പരിച്ഛേദന. ഈ കർമ്മത്തിനെ ചേലാകർമ്മം എന്നും വിളിക്കുന്നു. കൂടുതലും പ്രാചീന സമൂഹങ്ങളിൽ പ്രായപൂർത്തിയാകുന്നതിൻ്റെ പ്രതീകമായി അനുഷ്ഠിച്ചു വന്നിരുന്ന ഒരു കർമ്മം. എന്നാൽ യഹൂദന്മാർക്ക് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആൺകുട്ടിക്ക് നടത്തുന്ന ഒരു സാധാരണ കർമ്മം മാത്രമായിരുന്നില്ല ഈ ചേലാകർമ്മം. അവർക്ക് ദൈവവുമായുള്ള ഒരു ഉടമ്പടിയായിരുന്നു. ദൈവം അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അരുളി ചെയ്യുന്നു, നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമാകും എന്ന ഒരു വലിയ പ്രമാണം. ഇവിടെ നമ്മൾ കാണുകയാണ് 8 ദിവസം അബ്രഹാമിനോടുള്ള കൽപ്പനയിൽ ദൈവം കൊടുത്ത ഒരു പീരിയഡാണ്. പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദനം ഏൽക്കണം എന്നത്. ലേവ്യ പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ദൈവം മോശയോട് കൽപ്പിക്കുന്ന ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്. സ്ത്രീ ഗർഭം ധരിച്ച് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ 7 ദിവസം അശുദ്ധയായിരിക്കണം എന്ന്. 8-ാം ദിവസം ഇവിടെ അമ്മ മറിയമ്മും യോസേഫ് പിതാവും ചേർന്ന് അവർക്ക് ദൈവദൂതനിൽ നിന്നും കിട്ടിയ അരുളപ്പാടനുസരിച്ച് യേശു എന്ന് അവർ അവരുടെ മകനെ പേർ ചൊല്ലി വിളിക്കുന്ന ആ ഒരു സമയം. ഇന്ന് ആ നാമം അനേകം നൂറ്റാണ്ടുകളായി ലോകം മുഴുവൻ കോടാനുകോടി തവണ ഉരുവിട്ട ഒരു ശ്രേഷ്ഠമായ നാമം ജീസസ്, യേശു. ഒരു മനുഷ്യായുസ്സിൽ നമ്മൾ ഓരോരുത്തരും അനേകം തവണ ഉരുവിടുന്ന നാമം യേശു. ആരാണ് നമുക്ക് യേശു? പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അവൻ വിശുദ്ധ തൃത്വത്തിലെ ആളത്വങ്ങളിൽ ഒരുവനായ ഭൂമിയിലേക്ക് അവതരിച്ച ദൈവമാണ്. പൗരാണിക സഭകളെല്ലാം അവനെ നമ്മുടെ മനുഷ്യായുസ്സിൽ എത്രയോ തവണ ഏറ്റുചൊല്ലുന്നു. എങ്ങനെയെല്ലാമാണ് നമ്മൾ അവനെ ഏറ്റുചൊല്ലുന്നത്? ദൈവത്തിൻ്റെ ഏകപുത്രൻ, പ്രകാശത്തു നിന്നുള്ള പ്രകാശം, ലൈറ്റ് ഓഫ് ലൈറ്റ്, സത്യദൈവത്തു നിന്നുള്ള സത്യദൈവം, ജനിച്ചവനെങ്കിലും സൃഷ്ടിയല്ലാത്തവൻ. നമുക്കറിയാം, വിശുദ്ധ അമ്മ മറിയത്തിൻ്റെ ഉദരത്തിൽ അവൻ ഉൽപ്പാദിക്കപ്പെട്ടെങ്കിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമായതുകൊണ്ട് അവൻ ഒരു സൃഷ്ടിയല്ല. സകല സൃഷ്ടികളുടെയും ഉടയവനായ യേശു തമ്പുരാൻ. പിന്നീട് നമ്മൾ ചൊല്ലുന്നുണ്ട്, സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവൻ. എന്താണ് സാരാംശം? സാരവത്തായത് എന്തോ അതാണ് സാരാംശം, വസ്തുനിഷ്ഠമായത്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ തൃത്വത്തിലെ പുത്രനും പിതാവും അവർ സാരാംശത്തിൽ ഒന്നായിരിക്കുന്നു എന്ന ആ ഒരു വലിയ സത്യം. തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവൻ. നമുക്കറിയാം, സൃഷ്ടിയുടെ സമയം വിശുദ്ധ തൃത്വത്തിലെ ദൈവത്തിൻ്റെ വചനമായിരുന്നവൻ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന്. പിന്നീട് നമ്മൾ ഏറ്റുചൊല്ലുന്നുണ്ട്, മനുഷ്യർക്കും മാനവരക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധാത്മാവിൽ നിന്ന് കന്യക മറിയാമിൽ നിന്നും അവതരിച്ചവൻ. പൊന്തിയോസ് പീലാത്തോസിൻ്റെ നാളുകളിൽ കഷ്ടതയും കുരിശുമരണവും ഏറ്റുവാങ്ങിയവൻ. നമ്മുടെ രക്ഷയ്ക്കായി നമുക്കായി മരിച്ചവൻ യേശു. കബറടക്കത്തിൻ്റെ 3-ാം നാൾ പുനരുത്ഥാനം ചെയ്തവൻ യേശു. സ്വർഗാരോഹണം ചെയ്ത് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ എന്ന് യേശുവിനെ ഏറ്റുപറയുന്ന നമ്മൾ ഓരോരുത്തരും. അവസാനമായി വിശ്വാസ പ്രമാണത്തിൽ യേശുവിനെ പറ്റി
പൂർണ്ണമായും ഒരുപക്ഷെ എന്താണ് നമ്മൾ ഏറ്റുചൊല്ലുന്നതെന്ന് വിശ്വസിക്കാതെ നമ്മൾ ചൊല്ലിത്തീർക്കുകയാണ്, ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വീണ്ടും വരുവാനുള്ളവൻ നീ തന്നെ എന്ന്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ യേശുമിശിഹ, ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്ന ഈ ഒരു സമയം ഞങ്ങൾ ഓരോരുത്തരും വളരെ സന്തോഷത്തിലാണ്. എന്നാൽ ഞങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യവും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങളുടെ ആയുസ്സിൻ്റെ വലിപ്പം ഒരു വർഷം കൂടി കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയം, ദൈവമേ, നിന്നെ കാണുവാനും നിൻ്റെ മുൻപിൽ മുട്ടുകൾ വണക്കി നിൽക്കുവാനുമുള്ള യോഗ്യതയ്ക്കൊത്തവണ്ണം ജീവിക്കുവാൻ ഈ പുതുവത്സരത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.